ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിനൊരുക്കമായുള്ള ധ്യാനചിന്തയുടെ 3-ാം ദിനത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ തിരുക്കുമാരൻ തൻ്റെ സിംഹാസനത്തിനരികിലുള്ള ആ വലിയ അമ്മറാണിയുടെ സിംഹാസനത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയിരുത്തുന്ന ആ വലിയ സ്വർഗീയ സന്തോഷത്തിൻ്റെ ഓർമ്മ നമ്മൾ അനുസ്മരിക്കുമ്പോൾ, ഈ അമ്മറാണിയുടെ സിംഹാസനത്തിലേക്ക് അമ്മയെ കയറ്റുവാൻ കാരണമായ വിഷയങ്ങളെ നമ്മൾ ഈ ദിവസം ഒന്ന് ധ്യാനിക്കുകയാണ്. ഈ 3-ാം ദിനത്തിൽ ഈശോ പരിശുദ്ധ അമ്മയെ ഇങ്ങനെ കരം പിടിച്ചുയർത്തുമ്പോൾ, അമ്മ ഇത്രത്തോളം മാനിക്കാൻ ഈശോ കാരണമാക്കുന്നത് പരിശുദ്ധ അമ്മ വിജയം വരിച്ചൊരമ്മയായിരുന്നു എന്നതാണ്. വിജയിച്ച ഒരു അമ്മയെയാണ് മകൻ അമ്മറാണിയുടെ സിംഹാസനത്തിലേക്ക് കരം പിടിച്ച് കയറ്റുന്നത്. ഈ 3-ാം ദിവസം വിജയം വരിച്ച അമ്മയാണ് മറിയം എന്നുള്ള ആ മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ പുണ്യത്തെ നമുക്കൊന്ന് ധ്യാനിക്കാം. മറിയം ഒരു നല്ല അമ്മയായിരുന്നു. മറിയം ഈ പ്രപഞ്ചം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല അമ്മ, ഏറ്റവും നല്ല മാതാവ് അവളായിരുന്നു മറിയമെന്ന് ധ്യാനിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിലാണ് മറിയത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം നമ്മൾ വായിക്കുന്നത്. അവിടെ പറുദീസയിൽ ദൈവം ഈ മറിയത്തെക്കുറിച്ച്, പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വെളിപാട് പറയുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുക: നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. മറിയത്തെ ആദ്യ പ്രവചനത്തിൽ തന്നെ വർണ്ണിക്കുന്നത് അമ്മയായിട്ടാണ്, ദൈവപുത്രൻ്റെ മാതാവായിട്ട്. അങ്ങനെ ഒരു അമ്മയെയാണ് പറുദീസയിൽ ദൈവം വാഗ്ദാനം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണല്ലോ പരിശുദ്ധ അമ്മയെ നമ്മൾ ഏറ്റവും കൂടുതൽ വാഴ്ത്തുന്ന നാമം അമ്മയെന്നുള്ള നാമമാണ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരമായ നാമം, ഏറ്റവും മാധുര്യമുള്ള നാമം അത് അമ്മ എന്നുള്ള പേരാണ്. പ്രിയപ്പെട്ടവരെ, ജനിച്ച കാലം മുതൽ അവസാന ശ്വാസം വരെ നമ്മുടെ ഹൃദയത്തിലും നാവിലും ചിന്തയിലും എല്ലാം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു നാമമാണ് നമ്മുടെ അമ്മ എന്നുള്ള നാമം. ആ നാമം മഹത്വപ്പെടുത്തിയവളാണ് മറിയം. ആ നാമത്തെ മഹത്വപ്പെടുത്തി, ആ നാമത്തെ സ്വർഗത്തിൻ്റെ ഏറ്റവും ഔന്നത്യത്തിലെത്തിച്ചൊരമ്മയാണ് മറിയം. പ്രിയപ്പെട്ടവരെ, അവളെ ഇത്രയും നല്ല അമ്മയാക്കി മാറ്റിയതാരാ? ഈ മറിയത്തെ ഇത്രയും നല്ല അമ്മയാക്കി മാറ്റിയതാരാ? വചനം അതിൻ്റെ രഹസ്യം പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, ഈ പരിശുദ്ധാത്മാവിനാൽ നീ അമ്മയായിത്തീരും. ഈ പ്രപഞ്ചം കണ്ട ഏറ്റവും നല്ല അമ്മയായി പരിശുദ്ധ മറിയം മാറുന്നത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞപ്പോഴാണ്. കന്യകയായിരുന്നവൾ അമ്മയായത് പരിശുദ്ധാത്മാവ് മൂലമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരാൾക്കൊരു നല്ല അമ്മയാകാൻ എപ്പോഴാ സാധിക്കുക? ഒറ്റ ഉത്തരമേ ഉള്ളൂ: പരിശുദ്ധാത്മാവ് നിറയുമ്പോഴേ ഒരാൾക്ക് നല്ല അമ്മയാകാൻ പറ്റൂ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവുള്ള അമ്മമാർ, പരിശുദ്ധാത്മാവുള്ള ആത്മാവുള്ള അമ്മമാരായി ഈ പ്രപഞ്ചത്തിലെ അമ്മമാർ മാറണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയെ ഈ സിംഹാസനത്തിൽ ഇരുത്തിയ അമ്മറാണിയായി രാജാതിരാജാവായ ക്രിസ്തു മാനിക്കുമ്പോൾ, പ്രപഞ്ചത്തിലെ എല്ലാ അമ്മമാരോടും ഈശോ പറയുന്ന ഒരു കാര്യം ഇതാണ്: മാതൃത്വത്തെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവുള്ള അമ്മമാരായി നിങ്ങൾ മാറണമെന്ന് എല്ലാ അമ്മമാരോടും ഈശോ പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ അടുത്ത നാളുകളിൽ ഒരു സംഭവം ഞാൻ വായിച്ചതോർക്കുകയാണ്. കോട്ടയമടുത്ത് കുടമാളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരമ്മയെക്കുറിച്ച് ഉള്ളൊരു എഴുത്ത് ഞാൻ വായിച്ചതാണ്. ഈ അമ്മ വളരെ തീഷ്ണമായി സുവിശേഷത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരമ്മയാണ്. ഈ അമ്മയ്ക്ക് ദൈവം ദാനമായി തന്നൊരു മകൾ, വളരെ പ്രിയപ്പെട്ടൊരു മകൾ, ഈശോയെ ഒത്തിരി സ്നേഹിച്ച് ജീസസ് യൂത്തിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു മകൾ. അവരുടെ പേര് ജിയന്ന എന്നാണ്. ഈ മകൾ അടുത്ത നാളുകളിൽ ഒരു വലിയ അപകടത്തിൽപ്പെട്ട് പെട്ടെന്നങ്ങ് കടന്നുപോയി. ആ കുടുംബത്തെ സംബന്ധിച്ച് വലിയൊരു വേദനയുടെ സമയമാണ്. എല്ലാവരും ഈ വാർത്ത വലിയ ഷോക്കോടെയാണ് സ്വീകരിക്കുക. അവളുടെ കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഒരു പൂമ്പാറ്റയെ പോലെ പാറി നടന്നൊരു പെൺകുട്ടി,
ഇടവക ദേവാലയത്തിലും അവൾ പോകുന്ന കൂട്ടായ്മകളിലൊക്കെ മനോഹരമായിട്ട് പാട്ട് പാടുന്ന ഒരു നല്ല പാട്ടുകാരിയായ ഒരു പെൺകുട്ടി. അവളിങ്ങനെ കടന്നുപോയി എന്നുള്ള വാർത്ത ചുറ്റുപാടുകൾക്ക് സ്വീകരിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് ഈ കുഞ്ഞിൻ്റെ അമ്മ പങ്കുവച്ചൊരു കാര്യം ഇങ്ങനെയുണ്ട്. അതിങ്ങനെയാണ്: ഈ മകളെ തൻ്റെ അവസാന യാത്രയ്ക്കൊരുക്കി ഈ അമ്മ ശവമഞ്ചത്തിൽ കിടത്തി, വിവാഹ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച്, നല്ല വെളുത്ത ഗൗണൊക്കെ ധരിപ്പിച്ച്, നെറ്റുമുടിയും ഒക്കെ അണിയിച്ച്, ഒരു മണവാട്ടിയെപ്പോലെ ഈ അമ്മ ഈ 23 വയസ്സുള്ള വിവാഹപ്രായം അടുത്ത ഈ പെൺകുട്ടിയെ ഈ ശവമഞ്ചത്തിൽ ഇങ്ങനെ കിടത്തിയിരിക്കുക. പ്രസവിച്ച് വളർത്തി വലുതാക്കിയൊരു കുഞ്ഞ് ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു അമ്മ അനുഭവിക്കുന്ന വേദനകൾ നമുക്കറിയാം. ഈ വേദനകളൊക്കെ ഉള്ളിൽ പേറിക്കൊണ്ട് ഈ അമ്മ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ മകളുടെ വിവാഹമാണ്, ഈശോയുമൊത്തുള്ള എൻ്റെ മകളുടെ വിവാഹമാണ് നാളെ. അവളെ ഈശോയ്ക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുക്കാൻ ഞാൻ കൊണ്ടുപോവുക പള്ളിയിലേക്ക് എന്ന് പറഞ്ഞ് ഈ അമ്മ ഈ ശവമഞ്ചത്തിൻ്റെ പിന്നാലെ നടന്നു. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയെ, ഈ സുവിശേഷത്തിൻ്റെ സാക്ഷിയായി ജീവിച്ച ഈ അമ്മ ദൈവം ദാനമായി തന്ന കുഞ്ഞിനെ സ്വീകരിച്ച് ദൈവത്തിന് വേണ്ടി വളർത്തി വലുതാക്കി. ദൈവം പൊടുന്നനെ ആവശ്യപ്പെട്ടപ്പോൾ ഒരു പരാതിയും കൂടാതെ സന്തോഷത്തോടെ തിരികെ കൊടുത്ത ഈ അമ്മ പറഞ്ഞ വാക്കുകൾ ലോകം മുഴുവൻ ശ്രദ്ധിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു അമ്മയ്ക്ക് എങ്ങനെയാണ് ഈ വലിയ വേദനയുടെ നടുവിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക? എൻ്റെ കുഞ്ഞിനെ ഈശോ വിവാഹം കഴിച്ച് കൊണ്ടുപോവുക, ഈശോയുടെ മണവാട്ടിയായിട്ട് എൻ്റെ കുഞ്ഞ് പോകുക എന്നൊരമ്മയ്ക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? പ്രിയപ്പെട്ടവരെ, ഒറ്റ കാരണമേ അതിൻ്റെ പിന്നിലുള്ളൂ. പരിശുദ്ധാത്മാവുള്ളൊരമ്മയായിരുന്നു അവൾ. പരിശുദ്ധാത്മാവുള്ളൊരമ്മയ്ക്ക് മാത്രമേ ജീവിത പ്രതിസന്ധിയിൽ ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റൂ. ഒരു അമ്മയെ നല്ല അമ്മയാക്കി മാറ്റുന്ന, വ്യത്യസ്തയായ അമ്മയാക്കി മാറ്റുന്ന, സ്വർഗം ശ്രദ്ധിക്കുന്ന, ലോകം വാഴ്ത്തുന്ന അമ്മയായി മാറ്റുന്ന ഘടകം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായിരുന്നു എന്നതാണ്. അവളുടെ ആ നന്മയുടെ എല്ലാ ഉറവിടം അവളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ സുവിശേഷം നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്ന വലിയൊരു രഹസ്യമാണ്: പരിശുദ്ധാത്മാവുള്ളവൾക്കാണ് നല്ല അമ്മയാകാനായിട്ട് പറ്റുക. മറിയത്തിൻ്റെ ഒരു വലിയ മഹത്വവും അതാണ്. തൻ്റെ ഹിതത്തെ ദൈവഹിതത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ ഈ അമ്മ പറയുന്നത് എങ്ങനെയാ? നിൻ്റെ ഹിതം നിറവേറട്ടെ. മറിയത്തിൻ്റെ ഹിതം എന്തായിരുന്നു എന്ന് പാരമ്പര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മറിയത്തിൻ്റെ ഹിതം കന്യകയായിട്ട് ജീവിക്കുക എന്നതായിരുന്നു. അങ്ങനെ ഒരു കന്യകയായിട്ട് തൻ്റെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കണം, അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ഇസ്രായേൽ പെൺകുടിയായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദേവാലയത്തിൽ വളർന്ന് ദൈവ ശുശ്രൂഷയിൽ തൽപരയായി ജീവിച്ച് തൻ്റെ ജീവിതം മുഴുവനും തൻ്റെ കന്യാത്വം ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കാൻ കൊതിച്ചിരുന്ന അവളോടാണ് മാലാഖ വന്ന് പറയുക: അവളുടെ ഇഷ്ടത്തിന് വിപരീതമായി നീ ഭാര്യയാകണം, നീ അമ്മയാകണം, നീ ദൈവപുത്രൻ്റെ അമ്മയാകണം. ഇങ്ങനെ സ്വർഗം പറയുമ്പോൾ ഇത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ എൻ്റെ ഹിതം പോകട്ടെ, ദൈവത്തിൻ്റെ ഹിതം നടക്കട്ടെ എന്ന് പറഞ്ഞ് ആ ദൈവഹിതത്തിന് വിധേയപ്പെടുന്ന ഒരമ്മയെ നമ്മൾ സുവിശേഷത്തിൽ കാണും. മറിയത്തെ സ്വർഗം വാഴ്ത്താൻ ഒരു അടിസ്ഥാന കാരണം ഇതാണ്: മറിയം തൻ്റെ ഇഷ്ടത്തെ, തൻ്റെ താല്പര്യത്തെ, തൻ്റെ പദ്ധതികളെയൊക്കെ ദൈവ പദ്ധതിക്ക് വിട്ടുകൊടുത്തു എന്നതാണ്. അതാണ് മറിയത്തിൻ്റെ ശിരസിലെ കിരീടത്തിൻ്റെ കാരണം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ആ വിശുദ്ധയായ അമ്മയുടെ ജീവിതത്തിൻ്റെ മറ്റൊരു മൂല്യം സുവിശേഷം വിവരിച്ച് കാണിക്കുന്നത് ഇതാണ്: ദൈവദൂതൻ തിരുക്കുമാരനെക്കുറിച്ചുള്ള വിവരണം ഈ മറിയത്തിന് നൽകുന്നുണ്ട്. ശമയോൻ എന്നുള്ള വലിയ ദീർഘദർശിയും പിന്നീട് 40-ാം നാൾ അവൻ്റെ ജനനത്തിന് ശേഷം ഉണ്ണിയെക്കുറിച്ച് വലിയൊരു പ്രവചനം നടത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, രണ്ടുപേരും ദൈവത്തിൻ്റെ ദൂതനും ശമയോൻ എന്നുള്ള വലിയ പ്രവാചകനും, ഇവർ രണ്ടുപേരും മിശിഹായെക്കുറിച്ച് മറിയത്തോട് സംസാരിക്കുമ്പോൾ, അവളുടെ പുത്രനെക്കുറിച്ച് ഈ അമ്മയോട് സംസാരിക്കുമ്പോൾ അതിൽ രണ്ട് പക്ഷമുണ്ട്. ഒരു പക്ഷത്തിൽ ഇങ്ങനെയാണ്: ഇവൻ വലിയ
ബഹുമതി നേടും, ഇവൻ സിംഹാസനത്തിൽ വാഴും, ഇവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല എന്നെല്ലാം പറഞ്ഞ് അവൻ്റെ വലിയ മഹത്വത്തെ, പ്രതാപത്തെ, അവൻ്റെ സമൃദ്ധിയെല്ലാം ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ മറുവശത്ത് നമ്മൾ കാണും, മറിയമേ നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടക്കും, ഇവൻ വിവാദ വിഷയമായൊരു അടയാളമായിരിക്കും എന്നെല്ലാം പറഞ്ഞ് ഒരു വേദനയുടെ മറുവശം കൂടി, ഒരു വ്യാകുലത്തിൻ്റെ മറുവശം കൂടി ഈ രണ്ട് പ്രവചനങ്ങളിലും മറിയം സ്വീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് വാക്യങ്ങളും, ഈ സന്തോഷത്തിൻ്റെ കാരണങ്ങളും ഈ വേദനയുടെ കാരണങ്ങളും മറിയം കേൾക്കുമ്പോൾ അത് രണ്ടും മറിയം ഒരുപോലെ സ്വീകരിച്ചു എന്നത് ഈ അമ്മയുടെ ഒരു വലിയ മഹത്വമാണ്. മറിയം എന്ന അമ്മയുടെ ഒരു വലിയ മഹത്വമായി സുവിശേഷം രേഖപ്പെടുത്തുന്നത്, സുവിശേഷം കാണിച്ചു തരുന്നത് ഈ വേദനയും സന്തോഷവും സന്താപവും മറിയം ഒരുപോലെ സ്വീകരിച്ചു എന്നതാണ്. സന്തോഷവും സന്താപവും മറിയം ഒരേപോലെ സ്വീകരിച്ചു. ഒന്നിലും അവൾക്ക് അധികം സന്തോഷമില്ല, ഒന്നിലും അവൾക്ക് അധികം വ്യാകുലതകളില്ല, എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് പറഞ്ഞ് മറിയം സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ മനോഹരമായൊരു വാക്യം വായിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, വചനത്തിൽ ഇപ്രകാരമാണ് പൗലോസ് പറയുന്നത്: നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യുവാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ദൈവത്തിൻ്റെ കരവേലയാണ്. നമ്മൾ ചെയ്യുവാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികൾക്ക് വേണ്ടി നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നുള്ള ആ വലിയ സത്യം ഈ അപ്പസ്തോലൻ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ, ഈ വലിയ സത്യത്തെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുകയാണ് മറിയം ഇവിടെ ചെയ്യുക. മറിയം തൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കരവേലയാണെന്ന് വിളിച്ചു പറയുകയാണ്. ഞാൻ ദൈവത്തിൻ്റെ ഒരു പ്രീതിപാത്രം മാത്രമാണ്, ദൈവം മെനഞ്ഞുണ്ടാക്കിയൊരു പാത്രം, ഒരു ദൈവത്തിൻ്റെ കരവേലയായൊരു പാത്രം. ഇത് മറിയം ഇങ്ങനെ വിളിച്ചു പറയുക. എന്തിനു വേണ്ടിയാ ദൈവം എന്നെ ഇങ്ങനെ രൂപപ്പെടുത്തിയത്? ദൈവത്തിന് എന്തോ ഒരു ലക്ഷ്യമുണ്ട്, ഈ പാത്രത്തിലൂടെ നിർവഹിക്കേണ്ട എന്തോ ഒരു കാര്യം ദൈവത്തിനുണ്ട്, ഒരു നിയോഗം ദൈവത്തിനുണ്ട്. ആ നിയോഗം പൂർത്തിയാക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചവളാണ് ഞാൻ എന്ന ഒരു ഉറച്ച ബോധ്യം അമ്മ മറിയത്തിനുണ്ടായിരുന്നു. തൻ്റെ ജീവിത നിയോഗത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം അമ്മയ്ക്കുണ്ടായിരുന്നു. മാലാഖ പറഞ്ഞപ്പോഴും ശമയോൻ പറഞ്ഞപ്പോഴും അമ്മയ്ക്ക് ഈ ബോധ്യം അങ്ങ് ഉറച്ചു. എൻ്റെ നിയോഗമാണ് ഈ സന്തോഷങ്ങളൊക്കെ ഈ മകനിൽ നിന്ന് സ്വീകരിക്കുക, ഈ സന്താപങ്ങളും ഈ മകനിൽ നിന്ന് സ്വീകരിക്കുക. ഇത് രണ്ടും സ്വീകരിക്കാനുള്ളൊരു നിയോഗം എനിക്കുണ്ടെന്ന് അമ്മ ഉറച്ചു വിശ്വസിച്ചു. അമ്മ ആ വിശ്വസിച്ചത് അമ്മ അങ്ങ് ജീവിച്ചു. ആ വിശ്വസിച്ചത് അവൾക്ക് രക്ഷയായി മാറി എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നാണ് വചനത്തിൽ മറിയത്തെക്കുറിച്ച് എലിസബത്ത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസം അതാണ് അവളുടെ ഭാഗ്യത്തിന് അടിസ്ഥാനമായിട്ട് മാറുക. പ്രിയപ്പെട്ടവരെ, അമ്മ മാതാവ് ഈ സ്വർഗത്തിൻ്റെ ഈ അമ്മറാണി പട്ടം സ്വീകരിച്ച് നിൽക്കുമ്പോൾ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളോടും അമ്മ പറയുന്ന ഒരു കാര്യം ഇതാണ്: നമുക്കെല്ലാം ഒരു നിയോഗമുണ്ട്. ഒരപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, പുരോഹിതൻ എന്ന നിലയിൽ, സമർപ്പിത എന്ന നിലയിൽ, ക്രിസ്ത്യാനി എന്ന നിലയിൽ, മകൻ എന്ന നിലയിൽ, മകൾ എന്ന നിലയിലൊക്കെ നമുക്കൊരു നിയോഗമുണ്ട്. ഈ ലോകത്തിൽ നമ്മൾ പൂർത്തിയാക്കാൻ വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഒരു നിയോഗം, നമ്മളിലൂടെ മാത്രം നടക്കേണ്ട ഒരു നിയോഗം, അങ്ങനെ ഒരു ജീവിത നിയോഗം നമുക്കെല്ലാം ഉണ്ടെന്ന് പരിശുദ്ധ അമ്മ സ്വർഗസിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് നമ്മോട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ നിയോഗം പൂർത്തിയാക്കുമ്പോഴാണ് നമ്മൾ ഭാഗ്യപ്പെട്ടവരായി ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ കിരീടത്തിന് അർഹരായി തീരുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ഒരമ്മ എന്ന നിലയിൽ തിരുക്കുമാരൻ്റെ ജീവിതത്തെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നൊരു കാഴ്ച നമ്മൾ കാണും. സുവിശേഷത്തിൽ മുഴുവൻ ഈശോയോട് ചേർന്ന് സഞ്ചരിക്കുന്ന ഒരമ്മയെ നമ്മൾ കാണുന്നുണ്ട്. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ ഈ അമ്മ ഇങ്ങനെ മകൻ്റെ കൂടെയുണ്ട്. അമ്മയുടെ ഒരു വലിയ സാന്നിധ്യം ഇങ്ങനെ കാണാൻ നമുക്ക് ഈ യാത്രയിലുടനീളം. മകൻ്റെ ഒരു നിഴല് പോലെ അമ്മ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് നമ്മൾ കാണും. പ്രിയപ്പെട്ടവരെ, ഈ യാത്രയിൽ നമ്മൾ കാണുന്ന വലിയൊരു പ്രത്യേകതയാണല്ലോ ഈ മകനെ ശരിക്കും മനസ്സിലാക്കുന്ന ഒരമ്മയായി മറിയത്തെ നമ്മൾ കാണുക. ഒരമ്മയുടെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. ദൈവം തരുന്ന മക്കളെ മനസ്സിലാക്കാൻ പറ്റുക എന്നത് മാതൃത്വത്തിൻ്റെ
ഏറ്റവും വലിയ മഹത്വമാണ്. പരിശുദ്ധ അമ്മ ഈ മകനെ ശരിക്കും മനസ്സിലാക്കിയിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനത്തിൽ കാണുന്ന വലിയൊരു അത്ഭുതമാണല്ലോ. സുവിശേഷം രേഖപ്പെടുത്തുന്ന ആദ്യത്തെ അത്ഭുതം, കർത്താവ് ചെയ്ത അത്ഭുതം കാനായിലെ അത്ഭുതമാണ്. ആ അത്ഭുതത്തിന് വഴിതെളിക്കുന്നത് മറിയമാണെന്ന് സുവിശേഷം വ്യക്തമായി വിവരിച്ചു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്ന് വരെ 30 വയസ്സുവരെ ഈ നസ്രത്തിലെ പണിശാലയിൽ തച്ചനായിട്ട് ജോലി ചെയ്തിരുന്ന ഈ മകൻ, ഒരാശാരിച്ചെറുക്കൻ, നസ്രത്തിലെ യേശു, ജോസഫിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഈശോ, അവനൊരു തച്ചനല്ല, അതിനപ്പുറം ഈ അഖിലാണ്ടങ്ങളെ മെനഞ്ഞുണ്ടാക്കിയ ഉടയതമ്പുരാനാണെന്നുള്ള ബോധ്യം മറിയത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാ കാനായിലെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ആശാരിച്ചക്കനെ വിളിച്ചിട്ട് മറിയം പറയും, മോനെ, അവർക്ക് വീഞ്ഞില്ല, നീ എന്തെങ്കിലും ചെയ്യ്. അവർക്ക് വീഞ്ഞില്ല, അവർക്ക് വീഞ്ഞ് രൂപപ്പെടുത്തി കൊടുക്കാൻ ഈ മകന് പറ്റുമെന്നുള്ള ഒരു ബോധ്യം അമ്മയ്ക്കുണ്ടായിരുന്നു. അവിടെയുള്ള ആർക്കും അങ്ങനെ ഒരു ചിന്ത പോലും വന്നിട്ടില്ല. പന്തിയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു വിരുന്നുകാരൻ മാത്രമായി ക്രിസ്തുവിനെ കണ്ടിടത്താണ് മറിയം ക്രിസ്തുവിൽ ദൈവപുത്രനെ കണ്ടു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏലീഷ പ്രവാചകൻ്റെ ചരിത്രത്തിൽ മനോഹരമായൊരു സംഭവം ധ്യാനിക്കുന്നുണ്ട്. ഏലീഷ പ്രവാചകൻ ഒരു പ്രവാചകൻ്റെ ഭാര്യയുടെ യാതന കാണുന്ന ഒരു രംഗമുണ്ട്. ഈ വിധവയായ ഈ പ്രവാചകൻ്റെ ഭാര്യ, അവളിങ്ങനെ ഗതിമുട്ടി നിൽക്കുക. അവൾക്ക് വലിയൊരു കടബാധ്യത വന്നു. ആ കടബാധ്യത വീട്ടാൻ അവളുടെ കയ്യിൽ ഒന്നുമില്ല. ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്തെത്തി നിൽക്കുന്ന ഈ പ്രവാചകൻ്റെ ഭാര്യ, അവളിങ്ങനെ ഗതിമുട്ടി നിൽക്കുമ്പോൾ ഏലീഷ പ്രവാചകൻ അതിലേ ചെന്നിട്ട് ഈ പാവപ്പെട്ട സ്ത്രീയുടെ യാതന കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ എന്താ ഉള്ളേ? അവൾ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ആകപ്പാടെ ഒരു കുടത്തിൽ സ്വല്പം എണ്ണയിരിപ്പുണ്ട്, അതേ ഉള്ളൂ. പ്രവാചകൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത്, നീ മക്കളെയൊക്കെ വിളിച്ചോണ്ട് വന്നിട്ട് നീ ഈ കുടത്തിലെ എണ്ണ പകർന്ന് അവിടെയുള്ള എല്ലാ പാത്രങ്ങളിലും അങ്ങ് ഒഴിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനത്തിൽ കാണുന്ന വലിയൊരു അത്ഭുതമാണ്. ഈ പ്രവാചകൻ പറഞ്ഞതുപോലെ ഈ വിധവയുടെ മക്കൾ വന്ന് ഈ ഭരണി എടുത്തിട്ട് അവിടെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ പാത്രങ്ങളിലേക്കും ഈ എണ്ണ ഇങ്ങനെ പകർന്നൊഴിച്ചു. ഒഴിക്കും തോറും ഈ ഒഴിക്കുന്ന ഈ പാത്രത്തിൽ നിന്ന് എണ്ണ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. ആ വീട്ടിലുള്ള എല്ലാ പാത്രങ്ങളും നിറഞ്ഞു കവിയോളം എണ്ണ ഇങ്ങനെ നിറഞ്ഞു. അങ്ങനെ അവസാനത്തെ പാത്രവും നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ അമ്മ പ്രവാചകൻ ചോദിച്ചു, ഇനി പാത്രം വല്ലതും ഉണ്ടോ? വിധവയുടെ പുത്രൻ പറഞ്ഞു, ഇനി പാത്രങ്ങളൊന്നുമില്ല. വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, അതോടെ ആ എണ്ണയുടെ ഒഴുക്ക് നിലച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ നടന്ന പഴയൊരു സംഭവം മാതാവിനറിയാം. പ്രിയപ്പെട്ടൊരു പ്രവാചകൻ പറഞ്ഞപ്പോൾ പ്രവാചകൻ്റെ വാക്കിൽ പാത്രത്തിലുണ്ടായിരുന്ന എണ്ണ പെരുകി ആ വീട്ടിലെ പാത്രങ്ങൾ മുഴുവൻ നിറഞ്ഞൊരു സംഭവം അത് ഇസ്രായേലിൽ എല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ചരിത്രമല്ല കാനായിൽ ഒരു പ്രവാചകനും മേലെ. മിശിഹ ഒരു പ്രവാചകനല്ല, അവൻ ദൈവം പുത്രൻ തന്നെയാണെന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ടാണ് വീഞ്ഞൊരു തുള്ളി പോലും ഇല്ലാത്ത ആ വീട്ടിൽ ഈ ഈശോയോട് അമ്മ വന്ന് പറയുക, അവർക്ക് വീഞ്ഞില്ലടാ, അവർക്ക് വീഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഒരു പ്രവാചകൻ ഒരിക്കലും ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ പറ്റില്ല, ഉള്ളതിനെ വർദ്ധിപ്പിക്കാൻ പറ്റും. ആ വീട്ടിലുണ്ടായിരുന്ന അല്പം വീഞ്ഞിനെ വർദ്ധിപ്പിക്കാൻ പ്രവാചകന് പറ്റി. എന്നാൽ ദൈവത്തിന് മാത്രമേ ഇല്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും സൃഷ്ടിക്കാൻ പറ്റൂ. അത് മറിയത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് മറിയം വീഞ്ഞില്ലാത്ത അവസ്ഥയിൽ പുത്രനെ വിളിച്ചിട്ട് പറയുകയാണ്, മകനെ, അവർക്ക് വീഞ്ഞില്ല, ഉള്ളതെന്താ? അല്പം വെള്ളം മാത്രം, വെള്ളം കോരി നിറയ്ക്ക്, വെള്ളത്തെ ഞാൻ വീഞ്ഞാക്കി മാറ്റാം. വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റാൻ തൻ്റെ പുത്രന് പറ്റുമെന്ന്, കാരണം അവൻ ദൈവമാണെന്നും മറിയത്തിന് അറിയാമായിരുന്നു. മകനെ വ്യക്തമായി തിരിച്ചറിഞ്ഞൊരമ്മയാണ് മറിയം എന്നതാണ് ഈ മറിയത്തിൻ്റെ മാതൃത്വത്തിൻ്റെ മഹത്വം. മക്കളെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഒരു അമ്മയ്ക്കുള്ള ഭാഗ്യം അതാണ്. ഇന്ന് പലയിടങ്ങളിലും മക്കളെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന അമ്മമാരും പിതാക്കന്മാരുമുള്ള കുടുംബങ്ങൾ നമ്മുടെ ചുറ്റും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ മനസ്സിലാകാൻ പറ്റുന്നില്ല, മക്കൾക്കും മാതാപിതാക്കളെ മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു കാലം നമ്മുടെ ചുറ്റും പെരുകുമ്പോൾ ഈ മാതൃത്വത്തിൻ്റെ മഹത്വത്തെ ഈ സ്വർഗം ഇങ്ങനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ ലോകത്തിൽ കൂടുതൽ പരിശുദ്ധാത്മാവുള്ള അമ്മമാരുണ്ടാകാൻ വേണ്ടി ഈ തിരുനാളിൽ സ്വർഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം പുത്രനെ മനസ്സിലാക്കുന്ന ഒരു അമ്മയെ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോയിൽ ഒരു ദൈവത്വത്തെ കണ്ടെത്താൻ മറിയത്തിന് പറ്റിയെന്നതാണ് മറിയത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം. നമ്മൾ കാണുന്നുണ്ടല്ലോ, അത്യുന്നതൻ്റെ പുത്രനായിരിക്കും ഇവനെന്നൊക്കെ പറഞ്ഞ് മാലാഖ വലിയ
മഹത്വത്തോടെ ഈശോയെ അവതരിപ്പിച്ചു. എങ്കിലും ഈ ഭൂമിയിലേക്ക് പിറക്കുന്ന ഈ ശിശുവിൽ അസാധാരണത്വങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. സാധാരണ ഒരു ശിശുവിനെ പോലെ അവൻ ആ തണുപ്പത്ത് കിടന്ന് ഇങ്ങനെ ഞരങ്ങി മൂളുന്ന കാഴ്ചയാണ് മറിയം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അവൻ നഗ്നനായി കിടക്കുന്നത്, അവൻ വിശന്ന് വലയുന്നത്, അവൻ ദാഹിക്കുന്നത്, അവൻ പരദേശിയായിട്ട് അലയുന്നത്, അവൻ പാർപ്പിടമില്ലാതെ അലയുന്നത് എല്ലാം ഈ മറിയം കാണുന്നുണ്ട്. ഇങ്ങനെ ജീവിതത്തിൻ്റെ ദൈന്യതകളെല്ലാം കാണുമ്പോഴും അവിടെ മറഞ്ഞിരിക്കുന്ന ദൈവത്തെ മറിയം ദർശിച്ചു എന്നതാണ് മറിയം എന്ന അമ്മയുടെ മഹത്വം. അവൻ്റെ നിസ്സഹായതയിൽ, വിശക്കുന്ന ക്രിസ്തുവിൽ, ദാഹിക്കുന്ന ക്രിസ്തുവിൽ, പരദേശിയായ ക്രിസ്തുവിൽ, അലയുന്ന ക്രിസ്തുവിൽ, ഭയപ്പെട്ടോടുന്ന ക്രിസ്തുവിൽ, നഗ്നനായി കിടക്കുന്ന ക്രിസ്തുവിൽ, അങ്ങനെ പരാജയത്തിൻ്റെ എല്ലാ തലങ്ങളിലും എത്തി നിൽക്കുന്ന ഒരു മകനെ നോക്കിയിട്ട് ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വിളിച്ചു പറയാൻ അമ്മയ്ക്ക് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ അമ്മയ്ക്ക് പറ്റി എന്നതാണ് അമ്മയുടെ ഏറ്റവും വലിയ മഹത്വം. ആ വലിയ ഏറ്റുപറച്ചിലാണ് സിംഹാസനത്തിൻ്റെ, സ്വർഗസിംഹാസനത്തിൻ്റെ ആ മുകൾ തട്ടിലേക്ക് അമ്മയെ പുത്രൻ പിടിച്ചു കയറ്റുന്നതിനുള്ള കാരണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ തിരുനാൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്: നമ്മളുടെ മക്കളെ തിരിച്ചറിയാൻ പറ്റുക, അവരുടെ പിന്നാലെ യാത്ര ചെയ്യുക. ഈ പരിശുദ്ധ അമ്മ യാത്ര ചെയ്തതുപോലെ മക്കളുടെ കൂടെ ജീവനുള്ള കാലത്തോളം, പോകാൻ പറ്റുന്ന കാലത്തോളം ഇങ്ങനെ യാത്ര ചെയ്യുക എന്നൊരു നിയോഗം സ്വർഗം എല്ലാ മാതാപിതാക്കൾക്കും തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഒരുപാട് സങ്കടത്തോടെ കേൾക്കുന്ന ചില വർത്തമാനങ്ങളുണ്ടല്ലോ. മക്കളെ ഓർത്ത് വേദനിക്കുന്ന അമ്മമാർ, ഒരുപാട് നന്മ ചെയ്തിട്ട്, ഒരുപാട് കൃപയിലൊക്കെ ജീവിച്ചിട്ട്, സ്വർഗം ആഗ്രഹിക്കുന്നത് പോലൊക്കെ മക്കളെ വളർത്താൻ പരിശ്രമിച്ചിട്ടും അവസാനം ഈ മക്കളൊക്കെ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ തെറ്റിപ്പോകുന്ന കാഴ്ച കണ്ട് വ്യാകുലപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് അപ്പനമ്മമാരുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുക. മക്കളെക്കുറിച്ച് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത വാർത്തകൾ കണ്ടും കേട്ടും അതിൻ്റെ മുമ്പിൽ അപമാനിക്കപ്പെട്ട് ശിരസ് കുനിഞ്ഞ് നിൽക്കുന്ന അനേകം മാതാപിതാക്കളെ കാണുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ സ്വർഗം പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് നൽകുന്നൊരു പാഠം, ഒരു ചിന്തയുണ്ട്. എല്ലാ അപ്പനമ്മമാർക്കും വേണ്ടി പരിശുദ്ധ അമ്മ എന്ന അമ്മ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു ആശ്വാസത്തിൻ്റെ ചിന്ത കൂടിയുണ്ട്. അതുകൂടി സ്വീകരിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ചിന്തകൾ അവസാനിപ്പിക്കാം. അതിതാണ്, പരിശുദ്ധ അമ്മയുടെ പാഠശാലയിലാണ് ഈശോ പഠിച്ചതെന്നാണ് സഭ പഠിപ്പിക്കുക, മാർപ്പാപ്പന്മാർ പഠിപ്പിക്കുക. മറിയം എന്ന പാഠശാലയിലാണ് ഈശോ പഠിച്ചു വളർന്നത്. അവൻ വചനം പഠിച്ചത്, അവൻ വായിക്കാൻ പഠിച്ചത്, അവൻ ജീവിത മൂല്യങ്ങൾ പഠിച്ചത്, അവൻ പ്രാർത്ഥിക്കാൻ പഠിച്ചത്, അവൻ മര്യാദകൾ പഠിച്ചത്, അവൻ ഭാഷ പഠിച്ചത്, സ്വർഗത്തെ സ്നേഹിക്കാൻ പഠിച്ചത്. 12-ാം വയസ്സിൽ ദൈവമാണ് എൻ്റെ പിതാവെന്ന് ഈശോ വിളിച്ചു പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ അവനെ അങ്ങനെ പഠിപ്പിച്ചൊരുക്കിയ ഒരു അമ്മയുടെ ചരിത്രം കൂടിയുണ്ട് എന്നത് സുവിശേഷം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ ലോകത്തിലെ ഏറ്റവും നല്ല മകനായി തൻ്റെ മകനെ പഠിപ്പിച്ച് വളർത്തി അവന് 33 വയസ്സിലെത്തിച്ചു കഴിയുമ്പോൾ ഈ അമ്മ ഏറ്റെടുക്കുന്ന ഒരു വലിയ വേദനയുണ്ട്. ആ വേദന ഇതാണ്, കുരിശെന്ന വേദന. അവനെക്കുറിച്ച് ഈ അമ്മ കേൾക്കുന്ന വാർത്ത എന്താ? അവൻ പിടിക്കപ്പെട്ടിരിക്കുന്നു, അവൻ ഈ രാജ്യത്തിൻ്റെ പരമോന്നത ശിക്ഷ ഏറ്റുവാങ്ങാൻ ഇതാ നിൻ്റെ മകൻ പോകുന്നു എന്ന വാർത്ത ഈ അമ്മയുടെ കാതുകളിലെത്തി. അമ്മ എന്ത് ചെയ്യുന്നു? ഈ മകൻ്റെ പിന്നാലെ പാഞ്ഞു പോവുകയാണ്. കുരിശിൻ്റെ വഴിയുടെ 14 ഇടങ്ങളിലും നമ്മൾ ഈ അമ്മയെ കണ്ടുമുട്ടുന്നുണ്ട്. കുരിശിൻ്റെ വഴിയുടെ 14 ഇടങ്ങളിലും നിൽക്കുന്ന അമ്മ, ആ നിൽക്കുന്ന കാഴ്ച വലിയ വേദനയുടെ കാഴ്ചയാണ്. കുരിശിൻ്റെ വഴിയിൽ യേശു ശാരീരികമായി ദണ്ഡനമേറ്റ് പോകുമ്പോൾ അമ്മ മാനസികമായിട്ടുള്ള ദണ്ഡനങ്ങൾ ഏറ്റുവാങ്ങി തന്നെയാണ് പോവുക. പുത്രനോടൊപ്പം സഹിക്കുന്ന ഒരമ്മ കുരിശിൻ്റെ വഴിയുടെ 14 ഇടങ്ങളിലുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളവിടെ കാണുന്ന കാഴ്ച എന്താ? ഈ അമ്മ, ഈ മകനെ ഏറ്റവും നന്മയിൽ വളർത്തിയൊരമ്മ, ഒരു കുറ്റവുമില്ലാതെ, ഒരു കുറവുമില്ലാതെ ഈ മകനെ വളർത്തിയ അമ്മ. ആ അമ്മ കേൾക്കേണ്ടി വന്നത് ഈ ലോകത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട അമ്മ, വളർത്തുദോഷമെന്നുള്ള ആ വലിയ കുറ്റമേൽക്കേണ്ടി വന്നൊരമ്മയാണ്. പ്രിയപ്പെട്ടവരെ, അവൾ അത് ഏറ്റുവാങ്ങി കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ മകൻ മരിക്കുന്ന അവസാന ശ്വാസത്തിനും അവൻ്റെ കൂടെ നിൽക്കുന്ന അവൾ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുകയായിരുന്നു എന്ന് സുവിശേഷം കൃത്യം എഴുതി വയ്ക്കും. നിന്നുകൊണ്ട് വീഴാതെ പിടിച്ചു നിൽക്കുന്ന ഒരമ്മ,
പ്രിയപ്പെട്ടവരെ, ഈ അമ്മ, വ്യാകുലയായ അമ്മ, കുരിശിൻ ചുവട്ടിലെ അമ്മ, മാതൃത്വത്തിൻ്റെ ഏറ്റവും ഔന്നത്യത്തിലെത്തിയ അമ്മ, ലോകത്തിലുള്ള എല്ലാ അമ്മമാരോടും അപ്പന്മാരോടും പറയുന്നത് ഇങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, മക്കളെ ഓർത്ത് വേദനിക്കുന്ന അപ്പനമ്മമാരോട് പറയുക, ഇത് നിങ്ങളുടെ വളർത്തുദോഷമല്ല. നിങ്ങളുടെ മകൻ നിങ്ങൾക്ക് തരുന്ന, നിങ്ങളുടെ മകൾ നിങ്ങൾക്ക് തരുന്ന അപമാനങ്ങൾ, സങ്കടങ്ങൾ, കണ്ണുനീരുകൾ, വേദനകൾ, ഇതൊന്നും നിങ്ങളുടെ വളർത്തുദോഷത്തിൻ്റെ ഫലമല്ല, മറിച്ച് ഇത് ദൈവ നിയോഗമാണ്. ഇങ്ങനൊരു മകനെ സ്വീകരിക്കുക, ഈ കയ്പ് സ്വീകരിക്കുക, ഈ വാള് സ്വീകരിക്കുക, ഇത് നിൻ്റെ നിയോഗമാണെന്നുള്ള ഒരു വലിയ രഹസ്യം അമ്മ നമ്മളോട് പറയുന്നുണ്ട്. സ്വർഗസിംഹാസനത്തിൽ ഈ കിരീടം പുത്രനിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ അമ്മ ഈ ലോകത്തിലെ സങ്കടപ്പെടുന്ന മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്ന എല്ലാ അപ്പനമ്മമാരോടും പറയുന്നു, ഇതൊരു നിയോഗമാണ്. ഇങ്ങനൊരു നിയോഗം, ഈ വാളേറ്റു വാങ്ങാനുള്ളൊരു നിയോഗം, അത് നീ തീർക്കേണ്ട നിയോഗമാണ്. നീ ജനിക്കുന്നതിന് മുമ്പേ നിനക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്ന ഒരു നിയോഗം, അത് ഏറ്റുവാങ്ങുക. അത് നിന്നെ കിരീടത്തിലേക്ക് എത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനത്തിൻ്റെ ഈ 3-ാം ദിവസം നമുക്ക് ധ്യാനിക്കാം. ഈ ലോകത്തിലുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മക്കളെ ഓർത്ത് വേദനിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അതൊരു ജീവിത നിയോഗമാണെന്ന് ഓർത്ത് ആശ്വസിക്കാൻ, അത് സമാധാനത്തോടെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനുമുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്ന് അമ്മ വഴിയായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.